കോട്ടയം ജില്ലാ പോലീസ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പാലാ പോലീസ് സബ് ഡിവിഷനിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആശാ വർക്കർമാർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. പാലാ നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ശില്പശാലയുടെ ഉദ്ഘാടനം DCRB DYSP ജ്യോതികുമാർ നിർവഹിച്ചു. നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഉദാഹരണം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പണ്ട് ശീലമുണ്ട്, രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കണം. പിന്നെ അതുപോലെ മിക്ക സ്ഥലങ്ങളിലും ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് 4 മണിക്ക് ഇടയ്ക്ക് ചായ കുടിക്കുന്ന ഒരു ശീലമാണ്. ശരിക്കും ഒരു ദിവസം ചായ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊരു ശീലമാക്കിയവർക്കൊക്കെ രാവിലെ ഒരു നാട്ടുപുറത്തെ കടകളിലൊക്കെ ചായക്കടകളിലൊക്കെ വെളുപ്പിന് 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയി ചായ കുടിക്കുന്നവരുണ്ട്. അത് അവർക്ക് ശീലമായിട്ടൊക്കെ മാറ്റി. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ തലവേദന എടുക്കുന്ന രീതിയിലുള്ള നമ്മുടെ നാട്ടുപുറങ്ങളിലും ഒക്കെ അത്തരം ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ചായ കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥത തോന്നുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് ചായയുടെ അഡിക്ഷൻ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം അതുപോലെ മറ്റു പല മേഖലകളുണ്ട്. അപ്പം നമുക്കെല്ലാം അറിയാവുന്ന പോലെ മദ്യത്തിന് പിന്നെ അഡിക്റ്റ് ആവുന്നവരുണ്ട്. അപ്പം അതറിയാവുന്ന പിന്നെ മദ്യം കിട്ടിയില്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും, ചിലർക്ക് കൈകാലുകൾ വിറയ്ക്കും, അങ്ങനെ വിഡ്രോവൽ സിംറ്റം എന്നൊക്കെ പറയും. അത് ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുടുംബത്തിലില്ലാത്ത പ്രശ്നമാവും, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രശ്നമാവും. പിന്നെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. SI യാസ്മിർ അധ്യക്ഷനായിരുന്നു. സൈക്കോളജിസ്റ്റ് സ്നേഹ മുഖ്യപ്രഭാഷണം നടത്തി. DDAD കോർഡിനേറ്റർ പ്രീതി പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുട്ടികളിലെ അമിത മൊബൈൽ ഉപയോഗം, ഓൺലൈൻ ഗെയിം ആസക്തി, അശ്ലീല സൈറ്റുകൾ സന്ദർശിക്കുക, സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുക, വ്യാജ ഷോപ്പിംഗ് സൈറ്റുകളിലൂടെ പണം നഷ്ടപ്പെടാൻ തുടങ്ങിയവ കൗൺസിലിംഗിലൂടെ മാറ്റിയെടുക്കുകയാണ് DDADന്റെ ലക്ഷ്യം.